മോളായിരുന്നോ? ഓ, ഞാൻ പേടിച്ചു പോയല്ലോ. അങ്കിൾ ഇവിടെ കുടിയും തീറ്റയായിട്ട് ഇരുന്നോ? കാര്യങ്ങൾ കൈവിട്ടു പോവുക. എന്താ മോളെ? അങ്കിള് മുമ്പ് പറഞ്ഞതുപോലെ അംബികയുടെ കുഞ്ഞിനെ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. കുഴപ്പമാണോ? വേണു കുട്ടിയായിട്ട് അടുത്തോണ്ടിരിക്കുക. ഉടുപ്പും കളിപ്പാട്ടും ഒക്കെ കൊടുത്തു തുടങ്ങി. അത് അംബികയുടെ ഒരു അടവാ. മോളെ വേണുവായിട്ട് അടുപ്പിക്കും. എന്നിട്ട് അവള് ദേഷ്യപ്പെട്ട് നിൽക്കും. അപ്പൊ അവളുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടി വേണു മോളെ കൂടുതൽ സ്നേഹിച്ചു തുടങ്ങും. അത് അനുവദിക്കരുത് അങ്കിളെ. മോള് പേടിക്കാതെ. രക്ഷയില്ലെങ്കിൽ ആ കൊച്ചിന്റെ കാര്യം അങ്കിള് തീരുമാനമാക്കാം. ഹരിയേട്ടാ, ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണം. ഞാൻ തെറ്റുകാരനാ. പരിഹാരം കാണാൻ കഴിയാത്ത തെറ്റാ ഞാൻ ചെയ്തത്. പക്ഷേ അതൊന്നും എന്റെ മാത്രം തീരുമാനങ്ങളായിരുന്നില്ല. ഒരു ദുർബല നിമിഷത്തിൽ തെറ്റ് ചെയ്യുമ്പോ അതിനെ വഞ്ചിക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു രണ്ടുപേർക്കും. പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ആളുകൾക്ക് മുന്നിൽ മാനസ ഒരു പുരുഷനെ മുറിയൊളിപ്പിച്ച ചീത്ത പെണ്ണായിട്ട് മുദ്രകുത്തുമെന്ന് തോന്നിയപ്പോ വേറെ മാർഗങ്ങളില്ലായിരുന്നു. മൈനെ നിർബന്ധിച്ചിട്ടാ ഞാൻ മാനസയെ കല്യാണം കഴിച്ചത്. അർത്ഥബോധാവസ്ഥയിൽ കുഞ്ഞിന്റെ അച്ഛനെന്ന് പറഞ്ഞ് നിന്റെ പേരവള് മന്ത്രിച്ചപ്പോ പേടിച്ചു പോയി. അങ്ങനെ ആവില്ലേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആരും പറയാതെ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ വിശ്വസിക്കുന്നവരുടെ മുഖത്തൊക്കെ കള്ളത്തരങ്ങൾ ഒളിച്ച് കളിക്കുന്നുണ്ടെന്ന്. മനഃപൂർവ്വം ഒന്നും ഹരിയേട്ടനെ മറച്ചു വെക്കാൻ തീരുമാനിച്ചതല്ല. ഒരിക്കലും പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ഇതൊന്നും ഒരു ന്യായീകരണമല്ല. അതെനിക്കറിയാം. മൈന ഗർഭിണിയായിരിക്കുമെന്ന് ചിന്തിച്ചതേയില്ല ഞാൻ. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ മൈന എത്ര നിർബന്ധിച്ചാലും എന്ത് തന്നെ സംഭവിച്ചാലും മാനസയെ കല്യാണം കഴിക്കില്ലായിരുന്നു. മാനസയുടെ മുറിയിലാ ഞാൻ ഏറ്റവും കൂടുതൽ ഒളിച്ചു താമസിച്ചത്. പക്ഷേ ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ പോലും തെറ്റ് ചെയ്തിട്ടില്ല. മറിച്ച് 3-4 ദിവസമാണ് മൈനെ അടുത്തറിയുന്നത്, സംസാരിക്കുന്നത്. അതിനിടയിൽ എപ്പോഴും പറ്റിയൊരു തെറ്റ്. മതി പറഞ്ഞത്. ഇനി പറഞ്ഞാൽ എന്റെ സംയമനം പോകും. വേണുഗോപനും നീയും തമ്മിൽ എന്താ വ്യത്യാസം? ഏതോ ഒരു നിമിഷത്തിൽ വേണുവിന് തോന്നിയ ഒരു തെറ്റ്, അത് അംബികയിൽ ഒരു കുട്ടിയായി വളർന്നു. നീയും അതേ തെറ്റ് തന്നെ ചെയ്തു മൈനയോട്. അല്ലാതെ രണ്ടിടത്തും ആക്രമിച്ച് കീഴടക്കല്ല ചെയ്തത്. അവൻ അംബികയെ ഉപേക്ഷിച്ചു പോയി. നിനക്ക് മൈനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അത് മാത്രമാണ് വ്യത്യാസം. അല്ല, ഒരു വ്യത്യാസം കൂടിയുണ്ട്. അനിയത്തിയെ ചതിച്ചതിന് വേണുഗോപനെ നീ ശിക്ഷിച്ചു. എന്റെ 2 അനിയത്തിമാരെയും ചതിച്ചതിന് ഞാൻ നിന്നെ ശിക്ഷിച്ചില്ല. അതൊരു വലിയ വ്യത്യാസമല്ലേ സിദ്ധാർത്ഥ?
എനിക്കെന്താ പറയേണ്ടെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടെന്നും അറിയില്ല. പക്ഷേ ഇത് രണ്ടും എനിക്കറിയാം. മാനസിക്ക് നിന്നെ പോലൊരു ഭർത്താവിനെ വേണ്ടെന്ന് തീരുമാനിക്കാം. മൈനയ്ക്ക് വയറ്റിൽ വളരുന്ന നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാം. അപ്പോ നിന്നെ സ്വതന്ത്രനായിട്ട് എനിക്ക് കിട്ടും. പിന്നെ ഒരു ഞൊടിക്കുന്ന നേരം മതി ഒരു തെളിവില്ലാതെ നീ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ. പക്ഷേ ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. ഇത്തരം അവസ്ഥകളിൽ തെറ്റ് ചെയ്തു പോയ അനേകം കുറ്റവാളികളെ കണ്ടു മടുത്തതാ ഞാൻ. അതുകൊണ്ട് മാത്രം നീ ഇപ്പൊ ജീവിച്ചിരിക്കുന്നു. അത്രയും തിരിച്ചറിവുണ്ടാകണം നിനക്ക്. എന്താടാ വിഷമിച്ച് നിൽക്കണേ? ഏയ് ഒന്നുമില്ല. ആശ പറഞ്ഞു നിന്റെ മുഖത്തൊരു പരിഭ്രമമുണ്ടെന്ന്. എനിക്കും അങ്ങനെ ഒരു സംശയം. സംശയിക്കണ്ട, പരിഭ്രമം പേടിയൊക്കെ ഉണ്ട്. എന്താ കാര്യം? അത് പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഒന്നുമില്ലെന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഒരാളെ കൊന്നിട്ട് വന്നാലും ഞങ്ങളോട് പറയണം. രക്ഷിക്കാൻ പറ്റുമെങ്കിൽ രക്ഷിച്ചിരിക്കും. ഏയ് ഇത് അത്രയ്ക്കൊന്നും ഇല്ല ചേച്ചി. മൈനയ്ക്ക് ബോധം തെളിഞ്ഞപ്പോ ഹരിശങ്കറിനോട് എന്തോ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണുമ്പോ അവൾ ഭയപ്പെടുന്നു. ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോ മൈന തിരിച്ചിങ്ങോട്ട് വരില്ല എന്നുള്ള കാര്യം ഉറപ്പായി. അത് നല്ലതല്ലേ, രക്ഷപ്പെട്ടില്ലേ നമ്മള്? ഇല്ല, അവളെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അത് ഇപ്പൊ എന്റെ ആവശ്യമാ. ഇതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. എന്താ നീ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്? ഒന്നും പറയാൻ സമയമായിട്ടില്ല ചേച്ചി. മാനസ, എന്ത് ഗൗരിച്ചി? എന്ത് പറ്റി നിന്റെ ഏട്ടന്? എന്താ? ഉറക്കമില്ല, ആഹാരമില്ല, മിണ്ടാട്ടമില്ല. ഞാനും ശ്രദ്ധിച്ചു. ഏട്ടന്റെ മനസ്സിലെന്താ? എനിക്കറിയില്ല. എന്നോടൊന്നും പറയുന്നില്ല. മൈനയാണോ ഗൗരിച്ചി ഇതിനെല്ലാം കാരണം? ഒരുപക്ഷെ മൈനയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആരാണെന്നോ എന്തിനാണെന്നോ ഒക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടെന്താ? അതും കുടുംബവുമായിട്ട് എന്താ ബന്ധം? അക്രമികളെ കണ്ടുകിട്ടിയാൽ അറസ്റ്റ് ചെയ്യണം, അല്ല എന്താ? അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആരെങ്കിലും ആണെങ്കിലോ? നീ വെറുതെ കാണുകയറണ്ട മനസ്സേ. അതൊന്നും അല്ല കാര്യം. എന്തായാലും മൈനയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യമുണ്ട് ഏട്ടന്റെ മനസ്സിൽ. അത് നിനക്കങ്ങനെ അറിയാം? ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന് അന്വേഷിക്കലല്ല നിന്റെ ജോലി. നീ നിന്റെ ഭർത്താവിന്റെ കാര്യം നോക്ക്. മനസ്സിലായോ? ഇത്രയും കാലം അങ്ങനെ ആയിരുന്നില്ലല്ലോ. പുന്നാര പെങ്ങള് പറയുന്നതായിരുന്നല്ലോ വേദവാക്യം. എന്താ മൈന പോയപ്പോ അതൊക്കെ നഷ്ടപ്പെട്ടോ? എന്ത് പറഞ്ഞാലും ഉടനെ മൈനയെ കുറിച്ച് പറയും. അതൊരു പാവം കുട്ടി, അതിനെ വെറുതെ വിട്ടേക്ക്. പാവം കുട്ടികൾക്കൊരു ഗുണമുണ്ട്, അവര് കല്യാണത്തിന് മുമ്പേ പ്രസവിക്കും. ഗൗരി മതി, അധികം പരിഹസിക്കണ്ട. ഓരോന്നിനും ഓരോ കാരണങ്ങളുണ്ടാവും. എന്ത് കാരണം? അതല്ലേ അറിയാത്തത്. ഈ സംസാരം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഞാൻ പറഞ്ഞില്ലേ ഗൗരിച്ചി, ഈ ഇഷ്യൂസ് എല്ലാം മൈനയുടെ പേരിലാണെന്ന്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല.
ഒന്നുമില്ല. എന്തോ ഉണ്ട്. മൈന ഇവിടുന്ന് പോയ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ. എന്ത് പ്രശ്നം? ഞാനെന്ത് പ്രശ്നം ഉണ്ടാക്കി? ഓ, സിദ്ധുവിന്റെ കാര്യം ഇവിടെ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ ഹരിയേട്ടനെ കുറിച്ചാ. ഹരിയേട്ടൻ മൈനയെ വെറുതെ ന്യായീകരിക്കാം. സിദ്ധു, ഈ വീട്ടിലെല്ലാരും അവളോട് കാണിച്ച സ്നേഹം സിദ്ധുവിന് അറിയാലോ. പ്രത്യേകിച്ച് ഗൗരിജിക്ക് വലിയ കാര്യമായിരുന്നു അവളെ. പക്ഷെ ഇവിടെ താമസിച്ചോണ്ട് ഇത്രയ്ക്ക് പേരുദോഷം കേൾപ്പിച്ചതിന് ഗൗരിജി ഇപ്പൊ കുറ്റം പറയുന്നു. അതിലെന്താ തെറ്റ്? ആരായാലും പറഞ്ഞു പോവില്ലേ? സിദ്ധു എന്താ ഒന്നും മിണ്ടാത്തത്? ചില സാഹചര്യങ്ങളിൽ മനുഷ്യന് തെറ്റുകൾ പറ്റും. അത് ഞാനായാലും നീയായാലും സംഭവിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാനാണെങ്കിലും സിദ്ധു ആണെങ്കിലും സംഭവിക്കില്ല. അടച്ചിട്ട മുറിയിലെ അരണ്ട വെളിച്ചത്തിൽ എത്ര രാത്രികൾ ഞാനും സിദ്ധുവും കിടന്നുറങ്ങി. നമുക്ക് പരസ്പരം ഇഷ്ടവുമായിരുന്നു. എന്നിട്ടെന്നാ നമ്മൾ തെറ്റിയാത്ത? വളർന്നു വരുന്ന കുടുംബ സാഹചര്യങ്ങളാണ് നമ്മളെ നല്ലതും ചീത്തയും ആക്കുന്നത്. എന്റെ സിദ്ധുവിനെയും പോലെ നല്ലൊരു പാരമ്പര്യം പറയാൻ മൈനക്കില്ല. അതുകൊണ്ട് സംഭവിച്ചതാ ഇത്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയില്ലേ? സംഭവിച്ചു പോയി. അവളെ അർജുനൻ കൊണ്ടുപോവുകയും ചെയ്തു. ഇനി ഹരിയേട്ടൻ അവളെ ന്യായീകരിച്ച് സംസാരിക്കേണ്ട കാര്യം എന്താ? മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് സിദ്ധു. ഞാനും ഗൗരിയച്ചിയും സിദ്ധു അറിയാത്ത എന്തോ ഹരിയേട്ടനും മൈനയും അർജുനനും തമ്മിലുണ്ട്. അതെന്താണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. സിദ്ധുവിന് എന്ത് തോന്നുന്നു? ഞാനെന്ത് പറയാനാ? എത്ര നന്നായിട്ട് ജീവിച്ച കുടുംബം ഇത്. അവൾ ഒറ്റയാള് കാരണം മനസ്സമാധാനം പോയി. മൈനയുടെ ഹസ്ബൻഡ് അല്ലേ? ആ അതെ. SP ഹരിശങ്കർ സാറിന്റെ സഹോദരിയല്ലേ മൈന? അല്ല. പിന്നെ? അയാളുടെ ആരുമല്ല മൈന. സംസാരത്തിൽ എന്താ ഒരു ബഹുമാനമില്ലാത്തത്? പോലീസിലെ ഇത്ര ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനെ അയാളെ നിന്നും സംബോധന ചെയ്യാറില്ല ആരും. എനിവേ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മൈനയെ ഡിസ്ചാർജ് ചെയ്യാം. ബട്ട് വൺ തിങ്, മൈനയുടെ യൂട്രസ് വല്ലാതെ ഷേക്ക് ആയിട്ടുണ്ട്. ഐ മീൻ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അബോർഷൻ ആയേക്കാം. സോ കെയർഫുൾ ആയിരിക്കണം. നോക്കിക്കോളാം ഡോക്ടർ. ബെഡിൽ നിന്ന് എഴുന്നേൽക്കാതെ നോക്കിക്കോളാം. ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. എഴുന്നേറ്റ് നടക്കണം. നടക്കാമെന്നല്ല, നടക്കണം. ഭാരപ്പെട്ട പണികളൊന്നും ചെയ്യാതിരുന്നാ മതി. പിന്നെ പറയണ്ടല്ലോ, മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. എപ്പോ പോകാം ഡോക്ടർ? ഇന്ന് തന്നെ ബില്ലെല്ലാം സെറ്റിൽ ചെയ്തോളൂ. വൈകിട്ട് ഡോക്ടർ ജാവേദ് റൗണ്ട്സിന് വരും. നേരത്തെ വന്നാ ഇന്ന് തന്നെ പോയിക്കോളൂ. ചിലപ്പോ ഡോക്ടർ വൈകും. അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ പോകാം. ശരി ഡോക്ടർ, എന്നാ ഞാൻ ശരി. നീ മാനസയെ സ്നേഹിക്കുന്നുണ്ടോ? ഒരുപാട്. സ്നേഹത്തിനും അപ്പുറത്തുള്ള കടപ്പാടുണ്ട് മാനസയോട് എനിക്ക്. മൈനയോടോ? മൈനയെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കരുതെന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ലല്ലേ? അപ്പോ അവളെ കൂടി കിട്ടാനാണോ പ്ലാൻ? അതോ ആയുഷ്കാലം കീപ്പായിട്ട് വെച്ചോണ്ടിരിക്കാനോ? അതിൽ അതിശയിക്കാനൊന്നുമില്ല. തമിഴ്നാട്ടിലൊക്കെ ചിന്ന വീട് സർവ്വസാധാരണ. ഞാൻ അങ്ങനെ ഒരാളല്ല. സംഭവിച്ചതെല്ലാം ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞതാ. ശരി, സിദ്ധാർത്ഥൻ നല്ല മനുഷ്യനാണ്. എങ്കിൽ ഇങ്ങനൊരു അവസ്ഥ സിദ്ധാർത്ഥനുണ്ടായാൽ, അതായത് സിദ്ധാർത്ഥന്റെ ഒരു പെങ്ങളെ കെട്ടിയാൽ രണ്ടാമത്തെ പെങ്ങളെ ഗർഭിണിയാക്കിയാൽ സിദ്ധാർത്ഥൻ എന്ത് തീരുമാനമെടുക്കും? പറയൂ. എനിക്കറിയില്ല ഹരിയേട്ടാ. ഒരു ഉത്തരം പറയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷെ എനിക്ക് കഴിയും. ഇത് ആലോചിച്ചിട്ട് തീരുമാനമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്.
സിദ്ധാർത്ഥൻ ഇനി മേലിൽ മൈനെ കാണരുത്. നിന്റെ നിഴല് പോലും അവളുടെ കൺവട്ടത്ത് വരരുത്. അവളെ കുറിച്ച് അന്വേഷിക്കരുത്. മൈനെ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത്തരം ചോദ്യങ്ങളാണ് ചോദിക്കരുതെന്ന് പറഞ്ഞത്. എന്റെ കുഞ്ഞ് അവളുടെ വയറ്റില്. അല്ല, അങ്ങനൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് അവളുടെ മാത്രം കുഞ്ഞാ. അതിനെ അബോർട്ട് ചെയ്യാൻ അവളെ നിർബന്ധിക്കലാണ് എന്റെ ഉത്തരവാദിത്വം. ഏട്ടാ, അത് പാപമല്ലേ? പാപത്തേക്കാൾ ഭയങ്കരമാണ് അപമാനം. ഒരു കുഞ്ഞ് ബാസ്റ്റഡായി ജനിക്കുന്നതിനേക്കാൾ നല്ലത് ജനനത്തിന് മുമ്പേ മരിക്കുന്നതാണ്. ഒരിക്കൽ കൂടി ഞാൻ പറയാ, മൈന നിന്റെ ജീവിതത്തിലെ അടഞ്ഞ അധ്യായമാണ്. മറക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാണാൻ ശ്രമിക്കാതിരിക്കുക. ഇത് ഒരു റിക്വസ്റ്റ് അല്ല, കമാൻഡിംഗ് ആണ്. വൈകിട്ട് നാളെ രാവിലെ പോവാം. ഡോക്ടർ പൊക്കോളം പറഞ്ഞു. ബില്ല് ഞാൻ സെറ്റിൽ ചെയ്തു. എത്രയായി അർജുനേട്ടാ? അതൊന്നും നീ അറിയണ്ട. അറിയണം, എനിക്കത് തിരിച്ചു തരണം. എന്താ മൈനെ ഇത്? നമ്മൾ കല്യാണം കഴിച്ചില്ലെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുന്നവരല്ലേ? ആളുകളുടെ മുന്നിലെങ്കിലും നീ എന്റെ ഭാര്യയല്ലേ? അല്ല, അങ്ങനെ ആവരുത്. മറ്റൊരാളുടെ കുഞ്ഞിനെ വയറ്റിൽ പേരുന്ന ഞാൻ അർജുനേട്ടന്റെ ഭാര്യയാവില്ല. ഇതൊക്കെ നമ്മൾ പലവട്ടം സംസാരിച്ചതാ. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. എന്നാ മരുന്നെടുത്ത് ബാഗിൽ വെച്ചേക്ക്. വൈകിട്ട് ചിലപ്പോ പോവാൻ പറ്റിയേക്കും. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. വേണ്ട അർജുനേട്ടാ, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. അതെന്താ പെട്ടെന്നൊരു മാറ്റം? പെട്ടെന്നല്ല, ആലോചിച്ചെടുത്ത തീരുമാനം അത്. അതിന്റെ കാരണം എനിക്ക് അറിയേണ്ടത്. അങ്ങനെ എടുത്തു പറയാൻ മാത്രം കാരണങ്ങളില്ല. ചില സംശയങ്ങൾ പറയാം, ആരോടും ഇതുവരെ പറയാത്തത്. സ്റ്റെയർ കേസിൽ നിന്ന് ഞാൻ വീണത് എണ്ണ ചവിട്ടിയാണ്. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോ എന്റെ കാലിൽ എണ്ണ ഉണ്ടായിരുന്നെന്ന് പിന്നീട് ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞിരുന്നു. അത് അപ്പൊ എങ്ങനെങ്കിലും വീണതായിരിക്കാം. അതെ, ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. അതുകൊണ്ടല്ലേ തിരിച്ചു വീട്ടിലേക്ക് വന്നത്. അപ്പോഴൊക്കെ അർജുനേട്ടൻ ഉൾപ്പെടെ എല്ലാവരും അഭിനയിക്കുന്ന സ്നേഹം കാണുമ്പോ എനിക്ക് അമ്പരപ്പായിരുന്നു. അതൊക്കെ നിന്റെ തോന്നല മൈനെ. എല്ലാവർക്കും നിന്നെ ഇഷ്ടമാ. അർജുനേട്ടൻ എന്നെ ഇഷ്ടമാണോ? അതെ, എന്താ സംശയം? മറ്റൊരാളുടെ കുട്ടിയെ വയറ്റിക്കൊണ്ട് നടക്കുന്ന എന്നെ അർജുനേട്ടന് ഇഷ്ടമാണ് അല്ലേ? ആ ഒരു കാര്യം ഞാൻ ആലോചിക്കാറില്ല. ഉണ്ട്, അതേ ആലോചിക്കുന്നുള്ളൂ. എനിക്കറിയാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ആരെ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്? എനിക്കെങ്ങനെ അറിയാം? അർജുനേട്ടൻ അറിയില്ലെങ്കിൽ ഞാനൊന്ന് ചോദിക്കുന്നില്ല. പക്ഷേ എന്റെ സംശയം ഞാൻ പറയാം. കാറിന്റെ ക്ലച്ച് കംപ്ലൈന്റ് അല്ലായിരുന്നു. കാരണം 20 കിലോമീറ്റർ കഷ്ടിച്ചു പോവില്ലെന്ന് പറഞ്ഞ ആ കാറ് 70 കിലോമീറ്ററോളം ഓടിച്ചാണ് അർജുനേട്ടൻ പുലർച്ചെ ഹോസ്പിറ്റലിൽ എത്തിയത്. അത് ഞാൻ വഴിക്ക് വർക്ക്ഷോപ്പിൽ കാണിച്ചിരുന്നു. അയ്യോ, ഇങ്ങനെ ഉത്തരങ്ങൾക്ക് വേണ്ടി പറഞ്ഞതല്ല. അർജുനേട്ടൻ ഒന്നും പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ മനസ്സിലുള്ളതെല്ലാം പറഞ്ഞു തീർക്കട്ടെ. അർജുനേട്ടൻ പറഞ്ഞ ഹോട്ടലിലാണ് പോയത്. പരിചയമില്ലാത്ത ലോഡ്ജായിട്ടും റിസപ്ഷനിൽ ID പ്രൂഫ് ഒന്നും ചോദിച്ചില്ല. റൂം നമ്പർ പോലും അർജുനേട്ടൻ അറിയാവുന്ന പോലെ. പക്ഷെ അതൊന്നും എനിക്കെപ്പോ തോന്നിയില്ല. പിന്നെ ആലോചിച്ചപ്പോഴാ. അയ്യോ, ഒക്കെ നിന്റെ തോന്നല മൈനെ. ആയിക്കോട്ടെ, പക്ഷെ കാശ് എണ്ണി കൊടുത്ത് എന്നെ വിലക്ക് വാങ്ങിയതാണെന്ന് കാറി പിടിച്ചു കയറ്റി കൊണ്ടുപോയി പറയുന്ന ഞാൻ കേട്ടു. അതുകൊണ്ട് ഇതെല്ലാം ഞാൻ ചെയ്യിച്ചതാണെന്നാണ് നീ പറയുന്നത്? അല്ല, ഞാനൊന്നും പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇനി അർജുനേട്ടന്റെ കൂടെ വരുന്നില്ല. മനസ്സിലൊരു ദേഷ്യം വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ വരുന്നില്ല. നീ എവിടെ പോകുന്നു? എങ്ങോട്ടെങ്കിലും. അർജുനേട്ടൻ ഇനി എന്നെ അന്വേഷിക്കണ്ട. അതൊന്നും പറഞ്ഞാ പറ്റില്ല. എന്റെ കയ്യിലേക്ക് വന്ന് ചേർന്നതാ നീ ദയവായിട്ട് കൊണ്ടുവന്നത്. ഇനി അങ്ങനെ വിടില്ല അർജുനൻ. മറ്റെന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്.